വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ പറയുന്ന 5 ലക്ഷണങ്ങൾ നിങ്ങളുടെ സൈക്കിളിൻ്റെ മിഡിൽ പോർഷനിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ സമയം മുതൽ ഫിസിക്കൽ കോണ്ടാക്ട് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. ആ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ചെറുതായിട്ടൊരു കോൾഡ് ഉണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി തോന്നാം, ഒരു ബുദ്ധിമുട്ട് തോന്നാം. അതുപോലെ ബ്രീത്ത് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ശ്വാസം മുട്ടൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഒന്ന് ക്ഷമിക്കുക കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനലിൽ ഡെയിലി ലൈവ് സെഷൻസ് ഉണ്ട്. എനിക്ക് വയ്യാതിരുന്നതുകൊണ്ട് കഴിഞ്ഞ 2 ദിവസം ലൈവ് സെഷൻസ് ഉണ്ടായിരുന്നില്ല. ഇന്ന് മുതൽ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഈ ലൈവ് സെഷൻസിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ഷൻ നടത്തുവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഫെർട്ടിലിറ്റി റിലേറ്റഡ് ടോപ്പിക്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഒരിക്കലും ഞാനൊരു ഡോക്ടറോ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലോ അല്ല. അതുകൊണ്ട് തന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ളതും വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു മറുപടി എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കില്ല. പക്ഷേ എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും തരാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇത് ഡോക്ടർ തരുന്ന അഡ്വൈസിന് അത്രയും തന്നെയായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാതെ ഉടനെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ₹159 എബോവ് ആയിട്ട് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക്, ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ടെലിഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഡിസംബർ ലാസ്റ്റോട് കൂടിയിട്ട് ടെലിഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിലും നമുക്ക് ഇതുപോലുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം. വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ഗ്രൂപ്പ് ആയിരിക്കും കേട്ടോ അത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കുന്നത് ഓവുലേഷൻ കഴിഞ്ഞ ലക്ഷണത്തിനെ പറ്റിയിട്ടാണ്. സാധാരണയായിട്ട് പീരിയഡ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു മിഡിൽ പോർഷനിൽ വെച്ചിട്ട് ഓവുലേഷൻ്റെതായിട്ടുള്ള പല സിംറ്റംസ് നമുക്ക് ഉണ്ടാകാറുണ്ട്. ഒരുപാട് പേര് ഈ ഓവുലേഷന്റെ സിംറ്റംസ് വെച്ചിട്ടാണ് വേറൊരു മാർഗങ്ങൾ സ്വീകരിക്കാതെ തന്നെ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തത്. വേറെ മാർഗം എന്ന് ഉദ്ദേശിക്കുന്നത് ഫോളിക്കുലർ സ്റ്റഡി പോലുള്ള ഏറ്റവും വിദഗ്ധമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് എടുക്കാതെ തന്നെ പലപ്പോഴും പലരും തന്നെ ഓവുലേഷൻ ഡേറ്റ് പ്രഡിക്റ്റ് ചെയ്യുന്നത് ഈ ഓവുലേഷൻ സിംറ്റംസ് വെച്ചിട്ടാണ്. എന്നാൽ ഓവുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ചേഞ്ചസ് നമുക്ക് ബോഡിയിൽ ഉണ്ടാകും. ആഫ്റ്റർ ഓവുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സമയം എംബ്രിയോ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയം, അതുപോലെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയവും കൂടിയാണ്. ഈ ഒരു സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് പോലുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് പൊതുവെ പറഞ്ഞു തരാറ്. എന്നാൽ ആഫ്റ്റർ ഓവുലേഷൻ ആണെങ്കിൽ നമ്മൾ ഓവുലേഷൻ കഴിഞ്ഞു എന്നറിയാതെ കോണ്ടാക്ട് ചെയ്യുന്നത് ചില സിറ്റുവേഷനിൽ ചിലർക്ക് പീരിയഡ്സ് നേരത്തെ വരാനായിട്ട് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏതാനും ചില ഡോക്ടേഴ്സ് ആഫ്റ്റർ ഓവുലേഷൻ ഫിസിക്കൽ കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ 3 മാസവും പ്രഗ്നൻസി ടൈമിൽ ഫിസിക്കൽ കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഈ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയമൊക്കെ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ബോഡി പ്രിപ്പയർ ആവുന്നത് കൊണ്ടും ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ സമയമൊക്കെ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ടും ഈ സമയത്തൊക്കെ ഫിസിക്കൽ കോണ്ടാക്ട് ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ ഇവിടെ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് തുടങ്ങാം കേട്ടോ. ഏറ്റവും ആദ്യത്തേതാണ് ഡിസ്ചാർജിൽ ഉണ്ടാകുന്ന വ്യത്യാസം. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഫെർട്ടിലൈസേഷൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും സ്പേം സെൽസിനെ ശരീരത്തിനകത്തേക്ക് കുറച്ചധികം ദിവസം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവ് ചാർജ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിൽ ഉണ്ടാകുന്ന ഡിസ്ചാർജ് ക്ലിയർ ആയിട്ടുള്ള, വളരെ സ്ലിപ്പറി ആയിട്ടുള്ള, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള, സ്ട്രെച്ച് ചെയ്യാനായിട്ട് പറ്റുന്ന, അതായത് വലിച്ചു നീട്ടാൻ പറ്റുന്ന തരത്തിലുള്ള ഡിസ്ചാർജ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ളതോ വെണ്ടയ്ക്ക നമ്മൾ കട്ട് ചെയ്തിടുമ്പോൾ ഉണ്ടാകുന്നത് പോലുള്ള വഴുവഴുപ്പുള്ളതോ ആയിട്ടുള്ള ഡിസ്ചാർജ് ആയിരിക്കും ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്നത്. ഈസ്ട്രോജൻ ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ കൂടുന്നതാണ് കൂടുതലായിട്ടും ഓവുലേഷൻ ഡിസ്ചാർജ് ഉണ്ടാകാനായിട്ടുള്ള കാരണം. ഈ ഡിസ്ചാർജ് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ, ഇപ്പോൾ ഇൻ കേസ് ശരീരത്തിൽ ആദ്യം എത്തുന്നത് സ്പേം സെൽസ് ആണ്, പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഓവുലേഷൻ ഉണ്ടാകുന്നുള്ളൂ എങ്കിൽ അത്രയും ദിവസം വരെ ശരീരത്തിനകത്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി സ്പേമിന് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള സെർവിക്കൽ മ്യൂക്കസ് ആണ്. അപ്പോൾ ഓവുലേഷൻ എടുക്കുന്ന സമയത്തൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഈ ഒരു സെർവിക്കൽ മ്യൂക്കസ് ഓവുലേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ സ്റ്റോപ്പ് ആകാനായിട്ടാണ് ചാൻസ് കൂടുതൽ. അങ്ങനെ നിങ്ങൾക്ക് ഈ ഓവുലേഷൻ ഡിസ്ചാർജ് സ്റ്റോപ്പ് ആവുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആഫ്റ്റർ ഓവുലേഷൻ പല സ്ത്രീകൾ ഡിസ്ചാർജ് ഉണ്ടാകാറുണ്ട്. പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഇൻക്രീസ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ വളരെ തിക്കറും ക്ലൗഡറും അതുപോലെ സ്ട്രെച്ച് ചെയ്യാനായിട്ട് ഈസിലി പറ്റാത്തതുമായിട്ടുള്ള ഡിസ്ചാർജ് ആണ് പലർക്കും ആഫ്റ്റർ ഓവുലേഷൻ കാണുന്നത്. ഈ ഒരു ഡിസ്ചാർജ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ബോഡിക്ക് മാക്സിമം കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് കുറയുന്നുണ്ടോ എന്ന് നോക്കുക. ഓവുലേഷൻ എടുക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് സെക്സ് ഡ്രൈവ് ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ തന്നെ സ്ത്രീകൾ പുരുഷന്മാരെ അട്രാക്ട് ചെയ്യാൻ പാകത്തിന് അവരുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. ശരീരത്തിൽ ഉണ്ടാകുന്ന നിറവ്യത്യാസം, അതുപോലെ അവരുടെ ഫ്രാഗ്രൻസിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അങ്ങനെ പലതരത്തിൽ പുരുഷനെ അട്രാക്ട് ചെയ്യാൻ പാകത്തിന് ബോഡി പ്രിപ്പയർ ആകുന്നു. ഇത് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നാച്ചുറലി ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് സ്ത്രീകൾക്ക് വളരെയധികം കൂടുതലായിരിക്കും. പക്ഷെ ആഫ്റ്റർ ഓവുലേഷൻ ആ ഒരു ലിബിഡോയിൽ നല്ല ഇൻക്രീസ് വരാറുണ്ട്. ഓവുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൊജസ്ട്രോൺ കൂടുന്നത് കൊണ്ട് തന്നെ പലർക്കും കോണ്ടാക്ട് ചെയ്യാനായിട്ട് യാതൊരു തരത്തിലുള്ള ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല കേട്ടോ.
അങ്ങനെ ഒരു താല്പര്യക്കുറവ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ഓവുലേഷൻ നിങ്ങൾ കോൺടാക്ട് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഫിസിക്കൽ കോൺടാക്ട് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ചെയ്യുന്ന എല്ലാവരും തന്നെ കൃത്യമായിട്ട് ഉറപ്പുവരുത്തേണ്ട മറ്റൊരു കാര്യമാണ് കോൺടാക്ട് ചെയ്യാനായിട്ട് സ്ത്രീ വില്ലിംഗ് ആണോ എന്നുള്ളൊരു അവസ്ഥ. പുരുഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആകാതെ നിങ്ങൾ മെന്റലി പ്രിപ്പയർഡ് ആണെങ്കിൽ മാത്രം ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആഫ്റ്റർ ഓവുലേഷൻ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വജൈനൽ ഡ്രൈനസ് ഉണ്ടാകും, ചെയ്യുന്ന പ്രോസസ്സ് പെയിൻഫുൾ ആകും, യൂട്രസിലെ കോൺട്രാക്ഷൻസ് ഉണ്ടാവാനായിട്ടുള്ള സിറ്റുവേഷൻസും അത് ക്രിയേറ്റ് ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങൾ കംഫർട്ട് ആയതിനു ശേഷം മാത്രമേ ആഫ്റ്റർ ഓവുലേഷൻ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ബാക്കിയുള്ള എല്ലാ സിംറ്റംസും തന്നെ ഒന്ന് മാറിപ്പോയിട്ടുള്ള അവസ്ഥ. അതായത് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ചില സ്ത്രീകൾക്ക് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ പെയിൻ ഉണ്ടാകാം. ഏത് ഭാഗത്ത് ഓവറിയിൽ നിന്നാണോ എഗ്ഗ് പ്രൊഡ്യൂസ് ആയി പുറത്തേക്ക് വരുന്നത് ആ സൈഡിലായിരിക്കും വേദനയുടെ ഒരു ഡെപ്ത് കൂടുതൽ. ചില ആളുകൾക്ക് നേരെ അടിവയറിന്റെ പോർഷനിലും, അതായത് ഈ രണ്ട് സൈഡിലും അല്ലാതെ തീർത്തും താഴെയായിട്ടുള്ള അടിവയറിന്റെ പോർഷനിലും പെയിൻ ഉണ്ടാകാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സിംറ്റം ഒന്ന് കുറയുന്ന അവസ്ഥയൊക്കെ ആഫ്റ്റർ ഓവുലേഷൻ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മൂഡ് സ്വിങ്സിലൊക്കെ വ്യത്യാസം വരിക. ചില ആളുകൾക്കൊക്കെ ഓവുലേഷൻ നടക്കുന്ന സമയത്തായിട്ട് ചിലപ്പോൾ മൂഡ് സ്വിങ്സ് ഉണ്ടാകാം, ദേഷ്യം ഉണ്ടാകാം. ഇതൊക്കെ ഒന്ന് കെട്ടിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ ഒന്ന് അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു ചില സ്ത്രീകൾക്ക് ബ്രസ്റ്റിലായിരിക്കും വ്യത്യാസം വരുന്നത്. ബ്രസ്റ്റ് തൊടുമ്പോൾ വേദന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭാരം കൂടിയതുപോലെയൊക്കെയുള്ള ഡിസ്കംഫർട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ആഫ്റ്റർ ഓവുലേഷൻ ഇതൊന്ന് കുറയാനായിട്ടാണ് ചാൻസ്. ദെൻ ഈ സിംറ്റംസ് ഒക്കെ ചിലപ്പോൾ നമുക്ക് കൂടി വരുന്നത് പ്രൊജസ്ട്രോൺ മെഡിസിൻ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ശരീരത്തിൽ കൂടുന്ന പീരിയഡ്സിന്റെ ഒരു 20ാമത്തെ 21ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴായിരിക്കും ഈ സിംറ്റംസ് ഒക്കെ വളരെ കൂടുതലായിട്ട് വരുന്നത് കേട്ടോ. എന്നാലും വളരെയധികം കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്ന ഈ സിംറ്റംസ് ഇടയ്ക്ക് വെച്ചിട്ട് സ്റ്റോപ്പ് ആയി പോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഓവുലേഷൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് കേട്ടോ. ആ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാലും നിങ്ങളപ്പോൾ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഫിസിക്കൽ കോൺടാക്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് ആണ്. ചില ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് കൃത്യമായിട്ടുള്ള ഒരു ടൈം പീരീഡിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മോർണിംഗിൽ ആദ്യത്തെ യൂറിൻ എടുക്കാതെ ഓവുലേഷൻ ടെസ്റ്റ് കിറ്റിൽ പറഞ്ഞിട്ടുള്ളത് അനുസരിച്ചിട്ടുള്ള യൂറിൻ സാമ്പിൾ എടുത്തിട്ടാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതെങ്കിൽ കൃത്യമായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും ഓവുലേഷൻ ടെസ്റ്റ് കിറ്റിൽ കിട്ടുന്നത്. ആദ്യത്തെ ഒരു തവണ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ലൈൻ ഡാർക്കും അടുത്ത ലൈൻ വളരെ ഫെയിന്റ് ആയിട്ടും കാണുന്നുണ്ടെങ്കിൽ ഓവുലേഷൻ എടുക്കാറായിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ദിവസം ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ലൈൻ ഡാർക്കും മറ്റേ ലൈൻ കുറച്ചും കൂടി ഡാർക്കായിട്ട് വരുന്നുണ്ടെങ്കിൽ ഓവുലേഷൻ വീണ്ടും എടുക്കാറായിട്ടുണ്ട്. മൂന്നാമത്തെ ദിവസം നമുക്ക് 2 ലൈനും ഡാർക്കായിട്ടായിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 4ാമത്തെയോ 5ാമത്തെയോ ദിവസം ഒരു ലൈൻ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ, അടുത്ത ലൈൻ നമുക്ക് കാണാനേ പറ്റുന്നുണ്ടാവില്ല. അതിനർത്ഥം നിങ്ങളുടെ ഓവുലേഷൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അടുത്തതായിട്ടൊരു വ്യത്യാസം കാണുന്നത് നമ്മുടെ സെർവിക്സിലാണ്. ചില ആളുകൾ സെർവിക്സിലെ ഫിംഗർ ഇൻസേർട്ട് ചെയ്തിട്ട് ഓവുലേഷൻ പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട്. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ സെർവിക്സ് കുറച്ചൊന്ന് ഹൈ ആയിരിക്കും. അതുപോലെ നമ്മുടെ ലിപ്സിലുണ്ടാവുന്ന സമയത്തുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിക്കായിരിക്കും ഈ ഒരു സെർവിക്സ് കാണപ്പെടുന്നത്. പക്ഷേ ആഫ്റ്റർ ഓവുലേഷൻ നിങ്ങളുടെ സെർവിക്സിന്റെ പൊസിഷൻ ലോ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ നോസ് സ്ട്രിപ്പ് പോലെ, അതായത് നിങ്ങളുടെ മൂക്കിന്റെ അറ്റം പോലെ ഹാർഡ് ആയിരിക്കും നിങ്ങളുടെ സെർവിക്സ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത് ക്ലോസ്ഡ് ആയിരിക്കും, ഓപ്പണും ആയിരിക്കില്ല. അങ്ങനെയുള്ളൊരു വ്യത്യാസവും നിങ്ങൾക്ക് സെർവിക്സിൽ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഓവുലേഷൻ കഴിഞ്ഞു എന്നാണ്. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ഇത്രയധികം സിംറ്റംസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ഓവുലേഷൻ നിങ്ങൾ കോൺടാക്ട് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇത്തരത്തിലുള്ള ഒരു സിംറ്റംസും ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഓവുലേഷൻ എടുക്കുന്ന സമയം പോലും മനസ്സിലാകാത്ത, വൈറ്റ് ഡിസ്ചാർജ് ഇല്ലാത്ത ആളുകളൊക്കെയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ഓവുലേഷൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം മുതൽ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഓവുലേഷൻ ഡേറ്റ് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് നിൽക്കുന്ന ദിവസം മുതൽ അടുത്തൊരു പീരീഡ് നിങ്ങൾ എന്നാണോ എക്സ്പെക്ട് ചെയ്യുന്നത് അതിനൊരു 10 ദിവസം മുൻപ് വരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങളിപ്പോൾ പീരിയഡ്സ് ഡേറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഡിസംബർ 10 ആണെങ്കിൽ ഡിസംബർ 1-ാം തീയതി വരെ ചെയ്തിട്ട് കോൺടാക്ട് നിർത്തുക. ബാക്കിയുള്ള ഒരു 10 ദിവസം ബോഡിക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയമാണ്. ആ സമയത്ത് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കെയർ ബോഡിക്ക് കൊടുക്കാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഓവുലേഷൻ്റെതായിട്ടുള്ള യാതൊരു ലക്ഷണവും നിങ്ങൾക്ക് ഇല്ല എങ്കിൽ, ഓവുലേഷൻ എന്തെങ്കിലും നടക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കാതെ ഡോക്ടറെ കണ്ടിട്ട് ഫോളിക്കുലർ സ്റ്റഡി നടത്തി നോക്കുക. എഗ്ഗ് കൃത്യമായിട്ട് പൊട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ലക്ഷണങ്ങൾ പുറത്തേക്ക് കിട്ടാത്തതാണോ എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് വൈറ്റ് ഡിസ്ചാർജ് കുറവാണെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് കോൺസീവലിന്റെ മെഡിസിൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുന്നതും ഫെർട്ടിലിറ്റി യോഗാസ് ചെയ്യുന്നതും ഓവുലേഷൻ നടക്കുന്ന സമയത്തുള്ള ഡിസ്ചാർജിന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ.
ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ടെസ്റ്റ് കിറ്റിന്റെ പുറകിൽ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ വായിച്ചു നോക്കണം. കാരണം പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് യൂസ് ചെയ്യുന്ന രീതിക്ക് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അതിൽ കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് HCG ലെവലാണെങ്കിൽ ഇതിൽ നമ്മൾ നോക്കുന്നത് LH ഹോർമോണിന്റെ സർജ് ആണ്. അത് കൃത്യമായിട്ട് അറിയാൻ അതിൽ പുറകിൽ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. PCOD ഉള്ള ആളുകൾക്ക് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റിൽ വെച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഓവുലേഷൻ്റെതായിട്ടുള്ള യാതൊരു ലക്ഷണങ്ങളും നിങ്ങൾക്ക് ബോഡിയിൽ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടറെ കണ്ടിട്ട് ഫോളിക്കുലാർ സ്റ്റഡി നടത്തി നോക്കണം. ഹെൽത്തി ആയിട്ടുള്ള ഒരു എഗ് ഫോം ആയി അത് നാച്ചുറലി റപ്ചർ ആയി കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ ഏകദേശം വളർച്ച എത്തി അത് ഇഞ്ചക്ഷൻ വെച്ചിട്ടാണെങ്കിൽ റപ്ചർ ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രഗ്നൻസി കിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.